ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് 10 മാർക്കാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സിലബസ് എല്ലാവരും നോക്കിക്കാണെന്ന് വിചാരിക്കണം. ഇതിനകത്ത് ആദ്യത്തെ ടോപ്പിക്ക് തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അറൗണ്ട് 8 മാർക്സ് ഈ ഒരു പോർഷനിൽ മാത്രമായിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. റിമൈനിങ് 2 മാർക്സ് MS ഓഫീസ് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള പോർഷൻസ് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് IT ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായത് IT ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്കിന് മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അത് മാത്രമായിരിക്കണം എന്നല്ല, നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യാം, പക്ഷേ അത്രയും ഇമ്പോർട്ടൻസ് അതിനകത്ത് കൊടുത്താൽ മതി. റിമൈനിങ് ആയിട്ടുള്ള എത്തിക്സ്, സെക്യൂരിറ്റി ആസ്പെക്ട്സ്, ക്രിപ്റ്റോഗ്രഫി, സൈബർ അറ്റാക്സ്, OS വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നൊക്കെ 7 മാർക്കോളം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. IT ഇൻ കമ്മ്യൂണിക്കേഷൻസ് അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വന്നതോടുകൂടി വലിയ ഒരു മാറ്റമാണല്ലേ സംഭവിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ വന്നു, ഇൻ്റർനെറ്റ് വന്നു, കമ്പ്യൂട്ടേഴ്സൊക്കെ നമ്മളെല്ലാവരും യൂസ് ചെയ്യാൻ പഠിച്ചു, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നു. അപ്പോൾ PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇതിനകത്ത് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. IT ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ അത് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. സോ അത് കഴിഞ്ഞ ശേഷം അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ചോദിക്കുക. ലാസ്റ്റ് ഇയർ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സാമ്പിൾ ഓഫ് ആൻ ഇമെയിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് വേർഡ്, ഔട്ട്ലുക്ക്, എക്സ്പ്ലോറർ, എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇമെയിൽ യൂട്ടിലിറ്റി ഏതാണെന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്താൽ മതി. നമുക്കറിയാം വേർഡ് ആണോ, അല്ല. എക്സ്പ്ലോറർ ആണോ, അല്ല. അത് ഇൻ്റർനെറ്റ് നമ്മൾ സർഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ. ദെൻ എക്സൽ ആണോ, അല്ല. അത് എക്സൽ ഷീറ്റും മറ്റുമാണ്. പിന്നെ ഔട്ട്ലുക്ക് ആണോ. അപ്പോൾ ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് കേട്ടോ. ദെൻ ഫസ്റ്റ് ടോപ്പിക്ക് ഇമെയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇമെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റുകളോ ഇമേജോ ഡോക്യുമെൻറ്റ്സോ വീഡിയോസോ അല്ലെങ്കിൽ ഫയൽസ് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇമെയിൽ. അപ്പോൾ ഇമെയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇമെയിൽ പ്രോട്ടോക്കോൾസുകളാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ വേരിയസ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൽ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ അയക്കുന്നതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് അവിടെ ഓരോ പ്രോട്ടോക്കോൾസും അവിടെ ഫോം ആവുന്നത്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഇമെയിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോട്ടോക്കോൾ SMTP. ഇതിൻ്റെ അബ്രിവേഷൻ കറക്റ്റായിട്ട് പഠിക്കണം, ഇതിൻ്റെ എക്സ്പാൻഷൻ ഫോം കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൽസ് എല്ലാം സെൻഡ് ചെയ്യണത്. ഓക്കെ, സോ അതായത് ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ട്രാൻസ്ഫറിങ് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അത് SMTP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു പ്രോട്ടോക്കോളാണ് POP3. ഓക്കെ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3. അപ്പോൾ POP3 എന്താ പ്രധാനമായിട്ടും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം സെൻഡ് ചെയ്തു, നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് POP3. അത്ര ഓർത്താൽ മതി. സോ ഡൗൺലോഡ്സ് ഇമെയിൽ ഫ്രം ദ സെർവർ ടു ദ യൂസർ ഡിവൈസസ്. ഓക്കെ, അപ്പം സാധാരണയായിട്ട് അതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യലാണ് പതിവ്. ഓക്കെ, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് POP3 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു പ്രോട്ടോക്കോളാണ് IMAP എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. അപ്പോൾ IMAP എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസിനകത്തുള്ള എല്ലാ ഇമെയിൽസും ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ കൊണ്ടുവരാൻ. ഓക്കെ, അതുപോലെ തന്നെ ആ ഇമെയിൽ നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ ആ ക്ലയൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് വരയ്ക്കും ആ സെർവറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ IMAP ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമെയിലിൻ്റെ മെയിൻ 3 പ്രോട്ടോക്കോൾസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ഇമെയിൽ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ദെൻ അസിൻക്രോണസ് ടെക്സ്റ്റ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്. അസിൻക്രോണസ് ടെക്സ്റ്റ് ആൻഡ് അറ്റാച്ച്മെൻ്റ് ആണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജസ്. അസിൻക്രോണസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു വാക്കാണെന്ന് വിചാരിക്കേണ്ട. അസിൻക്രോണസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് മാത്രം മെയിൽ ഓപ്പൺ ചെയ്ത് അത് റീഡ് ചെയ്യുകയും മറ്റു കാര്യങ്ങളും
ചെയ്യുന്നതിനാണ് നമ്മൾ അസിൻക്രോണസ് എന്ന് പറയുക. അതായത് പ്രോപ്പറായിട്ട് അവിടെ തന്നെ സ്റ്റോർ ആയി കിടക്കും അല്ലേ. ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ആ മെയിൽ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അത് അവിടെ തന്നെ കിടന്നോളും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും ഇമെയിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കുക. ജിമെയിൽ, ഔട്ട്ലുക്ക്, യാഹൂ മെയിൽ. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിൾസ് ആയിരിക്കും പൊതുവേ ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് VoIP. എന്താണ് VoIP? വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതാണ് VoIP. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം. വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഫോൺ കോളുകൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് VoIP എന്ന് പറയുക. ഓക്കെ, നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്താണ് ടെലിഫോൺ ലൈൻസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജിയുടെ അപ്ഡേഷനാണ് VoIP. അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് വന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വോയിസ് കോളുകളൊക്കെ നടത്താൻ പറ്റി. നമുക്ക് ടെലിഫോണിൻ്റെ ആവശ്യമേ വരുന്നില്ല അല്ലേ, ടെലിഫോൺ ലൈൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സ്കൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കൈപ്പ് കോളുകൾ വിളിക്കാറില്ലേ, വാട്സപ്പിൽ കോൾ ചെയ്യാറുണ്ട്, മൈക്രോസോഫ്റ്റ് ടീംസ് ഉണ്ട്, അതിലും കോളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഗൂഗിൾ മീറ്റ്, ഇതെല്ലാം നമുക്ക് കോളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊന്നും ടെലിഫോൺ ലൈൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ VoIP എന്ന് പറയും. അപ്പോൾ VoIP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കും, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അങ്ങനെ നമുക്ക് ടേംസ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ VoIPയുടെ ഡെഫിനേഷൻസ് കൃത്യമായിട്ട് നോക്കി പോവുക കേട്ടോ. നെക്സ്റ്റ്, വീഡിയോ കോൺഫറൻസിങ്. അപ്പോൾ വീഡിയോ കോൺഫറൻസിങ് എല്ലാവർക്കും അറിയാം. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുമ്പോൾ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയും. ലോകത്തുള്ള പല ഭാഗങ്ങളിലായിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കോൺഫറൻസിങ് ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. സൂം, നമ്മൾ പറയാറില്ലേ സൂം മീറ്റിംഗ് വയ്ക്കുക, സൂമിലൂടെ നമ്മൾ കോൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. സൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഗൂഗിൾ മീറ്റ് അല്ലേ, മൈക്രോസോഫ്റ്റ് ടീംസ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദെൻ ഒരു പുതിയ കാര്യം സിസ്കോ എന്ന് പറഞ്ഞ കമ്പനി എല്ലാവർക്കും അറിയാം. സിസ്കോയ്ക്കും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, വെബെക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻസ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് ഇത് പുതുതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങിന് ഉപയോഗിക്കുന്ന നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു ആപ്പാണ് സിസ്കോ വെബെക്സ്. ഇതൊന്ന് പഠിക്കണം കേട്ടോ. സിസ്കോ വെബെക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കോൺഫറൻസിങ് നടത്താൻ പറ്റും. വീഡിയോ കോൺഫറൻസിങ് യൂസ് ചെയ്തിട്ട് സാധാരണയായിട്ട് എന്തൊക്കെ ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, ബിസിനസ് മീറ്റിംഗ്സ് ഉണ്ടാവും, ടെലിമെഡിസിൻസ് കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട ഓൺലൈൻ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ദെൻ അടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം എന്താ, നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ നമ്മളെല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, റീൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷൻസ് ആണ്, പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഓക്കെ, ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കും, മാർക്കറ്റിംഗ് നടക്കും, എഡ്യൂക്കേഷൻ, ന്യൂസ് ഷെയറിംഗ്, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഇതും വലിയ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു ടോപ്പിക് തന്നെയാണ്. ഇനി ഇൻസ്റ്റൻറ്റ് മെസ്സേജ്. ഓക്കെ, ഇൻസ്റ്റൻറ്റ് മെസ്സേജ് നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ ഇൻസ്റ്റൻറ്റ് മെസ്സേജിൻ്റെ സർവീസുകൾ അല്ലേ. അതായത് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്ത് തന്നെ ആൾക്കാർക്ക് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ് എന്ന് പറയുക. ഓക്കെ, ഇത് ഇമെയിലേക്കാളും വളരെയധികം ഫാസ്റ്ററാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ അത് പോകും അല്ലേ. അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് മെസ്സേജിൻ്റെ പ്രത്യേകത അത് മെസ്സേജ് അയക്കൽ മാത്രമല്ല, വോയിസ് കോളുകളും വീഡിയോ കോളുകളും ഫയൽ ഷെയറിങ്ങും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് മെസ്സേജുകൾ സെൻഡ് ചെയ്യുക. എന്താണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡറിനും റിസീവറിനും മാത്രമേ ആ മെസ്സേജ് വായിക്കാനും മറ്റും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊരു സെക്യൂരിറ്റി പ്രോസസ്സാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ എല്ലാവർക്കും അറിയാം, വാട്സപ്പ് അല്ലേ, അതൊരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പാണ്. ദെൻ ടെലഗ്രാം, സിഗ്നൽ, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഇതെല്ലാം എന്താണ് IM ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പുകളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റൻറ്റ് മെസ്സേജും കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ആവരുത് കേട്ടോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ ട്വിറ്ററും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ പോലുള്ള കാര്യങ്ങൾ. ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് എന്ന് പറയുമ്പോൾ വാട്സപ്പും ടെലഗ്രാമും സിഗ്നലും ഫേസ്ബുക്ക് മെസ്സേജും ഒക്കെ പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് എല്ലാവർക്കും അറിയാം എന്താണ്, ഇൻ്റർനെറ്റ്, അതായത് കളക്ഷൻ ഓഫ് വെബ് പേജുകളെയാണ് നമ്മൾ WWW എന്ന് പറയുക. ഓക്കെ, ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ച ആളാണ് സർ ടിം ബെർണേഴ്സ് ലീ.
ടിം ബെർണേഴ്സ്-ലീയാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. 1989 ഈ ഒരു ഡേറ്റും ഇയാളുടെ പേരും ഓർത്ത് വയ്ക്കുക, ടിം ബെർണേഴ്സ്-ലീ. ഓക്കെ, ഇനി WWW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുന്നേ കുറേ പ്രോട്ടോകോൾസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ വേൾഡ് വൈഡ് വെബിനും കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ഒരു HTTP. നിങ്ങൾ www. എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെബ് പേജിൻ്റെ മുകളിലായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി HTTPS എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട്. അത് ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂർ ആയിട്ട് ആ പേജ് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ HTTP പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഡാറ്റാസ് കൊണ്ടുവരാം. അത് കുറച്ച് ഹയർ ആണ്, അതൊന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ പഠിക്കാൻ ആകെയുള്ളത് HTTP എന്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പഠിക്കാം. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പ്രോട്ടോക്കോളാണ് HTTPS എന്ന് പറയുന്നത്. HTTPS എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഡാറ്റാസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എസ് കൂടെ നമ്മൾ ആഡ് ചെയ്തിരുന്നത്, സെക്യൂർ HTTP. അത്രയേ ഉള്ളൂ. അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ടിം ബെർണേഴ്സ്-ലീ ആണ് കണ്ടുപിടിച്ചതെന്നുള്ള ആ ഒരാളുടെ പേര് അവിടെ പഠിക്കണം കേട്ടോ. അടുത്തത് EDI. EDI എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. അപ്പോൾ നമ്മൾ കുറേ ഡാറ്റാസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ EDIൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിൽ അവർക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യണം, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ EDI ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പർച്ചേസ് ഓർഡേഴ്സ്. ഓക്കെ, ഓർഡേഴ്സ് നമുക്കറിയാം, പർച്ചേസ് ചെയ്ത കാര്യങ്ങളിലേക്ക് ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് പർച്ചേസ് ഓർഡേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. ഇൻവോയ്സുകൾ ഉണ്ടാവും അല്ലേ, സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബില്ല് പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻവോയ്സുകൾ ഉണ്ടാവും, ഷിപ്പിംഗ് നോട്ടീസസ് ഉണ്ടാവും, ബില്ലുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ EDI വെച്ചിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി, വളരെ ഫാസ്റ്റ് ആയിരിക്കും, പേപ്പർ വർക്ക് കുറവായിരിക്കും, എല്ലാം ഓൺലൈൻ ആണല്ലോ, റെഡ്യൂസ്ഡ് എറേഴ്സ്, ലോവർ ഓപ്പറേഷണൽ കോസ്റ്റ്. ഇനി അടുത്ത ടോപ്പിക്കാണ് 5G നെറ്റ്വർക്ക്. അതെല്ലാവർക്കും അറിയാം, 5th ജനറേഷൻ ഓഫ് മൊബൈൽ ടെക്നോളജിയാണ് ഈ 5G എന്ന് പറയുന്നത്. അൾട്രാ ഹൈ സ്പീഡിലാണ് നമുക്ക് കിട്ടുക അതിൻ്റെ നെറ്റ്വർക്ക്. ദെൻ ഇതിനകത്ത് പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ആണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ IoT സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ്. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ സെൻസേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് കാലാവസ്ഥ, ലൈറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർസൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കില്ലേ, കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് IoT ഡിവൈസസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് 5G യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഓട്ടോണോമസ് വെഹിക്കിൾസ് ഉണ്ട്, സ്മാർട്ട് സിറ്റീസ് ഉണ്ട്, ഓൺലൈൻ ഗെയിമിംഗ്, ടെലിമെഡിസിൻസ്, ഇതിനൊക്കെ 5G യൂസ് ചെയ്യും. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എക്സാം ടൈമിൽ ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു സമ്മറി ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് IT ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ, IT ഇൻ കമ്മ്യൂണിക്കേഷൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് IT ഇൻ ബിസിനസ് ആണ്. നമുക്കത് അടുത്ത വീഡിയോയിൽ നോക്കാം.